പരകായ പ്രവേശം ടാസ്ക് അവസാനിച്ചു. ഈ ടാസ്കിൽ അർജുന്റെയും ജാസ്മിന്റെയും വിളയാട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. അതിഗംഭീരമായാണ് അർജുൻ നോറയായി അഭിനയിച്ചത്. സിജോയായി ജാസ്മിനും തകർത്താടിയിട്ടുണ്ട്. നോറയുടെ മൈന്യൂട്ടായ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് അർജുൻ വളരെ മനോഹരമായി തന്നെ ടാസ്കിൽ അഭിനയിച്ചു. എന്തെങ്കിലും വിഷമം വരുമ്പോൾ നോറ ഓടിപ്പോയിരിക്കുന്ന കോർണറിൽ തന്നെ അർജുനും പോയിരിക്കുന്നുണ്ട്. സമാധാനിപ്പിക്കാൻ വരുന്ന ബാക്കി മത്സരാർത്ഥികളോട് ഡേ 1 നടന്ന കാര്യം മുതൽ എല്ലാം വിശദീകരിച്ചു പറയുന്നു. ഡേ 2 പഞ്ചസാരയില്ലായിരുന്നു, ഡേ 3 സിജോ ചേട്ടൻ ഓംലേറ്റ് ഉണ്ടാക്കി മഞ്ഞക്കുരു പൊട്ടിപ്പോയി എന്ന് തുടങ്ങി എല്ലാ ലൊട്ടിലൊടുക്ക് കഥകളും അർജുൻ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. ജാസ്മിനായി വേഷമിട്ട ജിൻഡോയെ കാണുമ്പോഴൊക്കെ ജാസ്മിൻ ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. നോറയായി കുത്തിയിരുന്ന് കരയുന്ന അർജുനെ കണ്ട് സിജോയായി വേഷമിട്ട ജാസ്മിൻ വാഷ്റൂം ഏരിയയിലേക്ക് വരുന്നു. സിജോയുടെ മാനറിസങ്ങളെല്ലാം ജാസ്മിനും ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് താടി തടവലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും എല്ലാം കറക്റ്റായി ജാസ്മിൻ ചെയ്യുന്നുണ്ട്. നോറയായി അർജുൻ കരയുമ്പോഴെല്ലാം സിജോയായ ജാസ്മിൻ സൂക്ഷിച്ചു നോക്കി ഈ കരയുമ്പം കണ്ണീര് പൊഴിയത്തില്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സിജോയുടെ ചില ഡയലോഗുകളും ഇതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട്. നോറയുടെ കരച്ചിലധികമായപ്പോൾ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഇത് കേട്ട് ഒറിജിനൽ നോറയും ക്യാരക്ടറായി വേഷമിട്ട അർജുൻ നോറയും ഡോറിനടുത്തേക്ക് ഓടിപ്പോയി. പിന്നീട് അവിടെ വെച്ച് അവർ തമ്മിൽ ചെറിയ തർക്കമായിരുന്നു. വേഷമിട്ട തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അർജുൻ കൺഫ്യൂഷൻ റൂമിലേക്ക് ഓടിപ്പോയി. എന്തുപറ്റി നോറ എന്നും ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ്. എന്നാൽ തന്നെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നും ഡേ 1 മുതലുള്ള കാര്യങ്ങളെല്ലാം ബിഗ് ബോസിനോടും അർജുൻ പറയാൻ തുടങ്ങും. ബിഗ് ബോസിന്റെ മറുപടിയും രസകരമായിരുന്നു. നോറ പോയി ലിപ്സ്റ്റിക് ഇട്ട് ആത്മവിശ്വാസം വീണ്ടെടുക്കൂ എന്നായിരുന്നു ബിഗ് ബോസിന്റെ കമന്റ്. ശരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെയാണ് അർജുൻ പോകുന്നത്. നേരെ പവർ റൂമിൽ പോയി കണ്ണാടിയുടെ മുന്നിലിരുന്ന് ജനങ്ങൾക്കുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് നോറ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വളരെ സന്തോഷത്തോടു കൂടി ലിപ്സ്റ്റിക് എടുത്തിടുകയും ചെയ്യുന്നു. ഈ സമയത്ത് സിജോ ആയി വേഷമിട്ട ജാസ്മിൻ അർജുന്റെ അടുത്തേക്ക് വരുന്നു. സിജോ ചോദിക്കാറുള്ള പല കാര്യങ്ങളും ജാസ്മിനും ചോദിക്കുന്നുണ്ട്. എന്നാൽ സങ്കടത്തോടെ അർജുന്റെ മറുപടി, ഞാനിപ്പോൾ ഇവിടെ വല്ലാതെ ഒറ്റപ്പെട്ടു. റസ്മിൻ പോയി, എൻ്റെ അൻസിത്ത പോയി, ഇനി എനിക്ക് അർജുൻ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണാടി നോക്കി, നോറ ഈസ് ബ്രില്യൻറ്റ്, നോറ ഒരു പോരാളിയാണ്, സിജു ചേട്ടൻ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോറ പറയുന്നു. നോറയുടെ കണ്ണിൽ സിജോ 0 ആണെന്നാണ് നോറ പറയുന്നത്. പിന്നീട് കിച്ചണിൽ പോയി നോറ ചെയ്യുന്ന പോലെയുള്ള പല ആക്ടിവിറ്റികളും അർജുൻ ചെയ്യുന്നുണ്ട്. സിജു ഗ്യാസ് കത്തിക്കാൻ ഇത്തിരി തീ തുപ്പിത്തരുമോ എന്നെല്ലാം കൗണ്ടർ അടിക്കുന്നുണ്ട്. അത് ഞാൻ തുപ്പിത്തരാം മോനെ, നീ ഒരു കാര്യം ചെയ്യുക, ഒരു പാത്രം എടുത്ത് കുറച്ച് കണ്ണീരൊഴിച്ച് അത് ചൂടാക്കാൻ വെക്കുക എന്ന് പറയുന്നുണ്ട്. ജാസ്മിനും അർജുനും കട്ടയ്ക്ക് നിന്ന് തന്നെയാണ് ടാസ്ക് ചെയ്തത്. പിന്നീട് നോറയുടെ ട്രോൾ വാങ്ങിക്കൂട്ടിയ ഒരു പ്രവൃത്തിയായിരുന്നു കാർപ്പറ്റിലെ പുല്ലു പറിക്കുന്നത്. ഇതടക്കം അർജുൻ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. ടാസ്ക് അവസാനിക്കാനായപ്പോൾ ബിഗ് ബോസ് ജയിൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാവരോടും അതേ ക്യാരക്ടറിൽ തന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയും അർജുൻ എത്ര ഭംഗിയായിട്ടാണ് നോറയെ ചെയ്തത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. മിക്കപ്പോഴും നോറ ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. കുളിയെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ബാത്ത് ടവലെല്ലാം തലയിൽ കെട്ടിയിട്ട് അതേ വേഷത്തിൽ തന്നെയാണ് നോറ വരാറുള്ളത്. ഇത് ഓർത്തു വെച്ച് അർജുനും ലിവിംഗ് ഏരിയയിൽ ലേറ്റായാണ് വരുന്നത്. മാത്രമല്ല നോറ വരുന്ന പോലെ തലയിൽ ടവലെല്ലാം കെട്ടിയിട്ടിട്ടാണ് അർജുനും വരുന്നത്. പിന്നീട് നോമിനേഷൻ സമയങ്ങളിലെല്ലാം നോറ എന്തെല്ലാം രീതിയിൽ ബിഹേവ് ചെയ്യുന്നു ആ രീതിയിലെല്ലാം അർജുൻ ബിഹേവ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ കൈയടിക്കേണ്ട പ്രകടനം തന്നെയായിരുന്നു അർജുൻ്റേത്. ഇടയ്ക്ക് കയറി സംസാരിക്കലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കലും ജനങ്ങളെ സംബോധന ചെയ്യലും എല്ലാം കൃത്യം എന്ന് തന്നെ പറയാം. എല്ലാവരും ടാസ്ക് അതിമനോഹരമായി ചെയ്തു എന്ന് ബിഗ് ബോസും പറഞ്ഞു. ജാസ്മിനും അർജുനുമാണ് ഈ ടാസ്ക് അതിഗംഭീരമായി ചെയ്തത്. നോറ, ഋഷി, അഭിഷേക്, സിജോ എന്നിവർ നന്നായി തന്നെ ടാസ്ക് ചെയ്തു. എന്നാൽ ടാസ്ക് വേണ്ട വിധം ഉപയോഗിക്കാതെ ചെയ്തത് ജിൻഡോയും ശ്രീതുവുമാണ്. ജാസ്മിനെ ചെയ്യാനാണ് ജിൻഡോയ്ക്ക് കിട്ടിയത്. ജാസ്മിന്റെ ഒരുപാട് മാനറിസങ്ങൾ ജിൻഡോയ്ക്ക് ചെയ്യാമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ജിൻഡോ ചെയ്തിട്ടില്ല. മോഡുലേഷനിൽ വരെ ജിൻഡോ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അർജുന്റെ വേഷം കിട്ടിയ ശ്രീതുവും സാധാരണ ശ്രീതു എങ്ങനെയാണ് സംസാരിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് സംസാരിച്ചത്. മോഡുലേഷനും ഭാഷയിലെങ്കിലും കുറച്ച് വ്യത്യാസം വരുത്താമായിരുന്നു. എന്തായാലും മനോഹരമായ ഒരു ടാസ്ക് തന്നെയായിരുന്നു പരകായ പ്രവേശം. ടാസ്ക് തൂക്കിയത് അർജുൻ തന്നെയാണ്. കട്ടയ്ക്ക് പിടിച്ചു നിന്നത് ജാസ്മിൻ.